ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് പേട്ടതുള്ളൽ നടക്കുന്നത്. രാവിലെ 11:30 ശേഷമാണ് അമ്പലപ്പുഴ പേട്ടതുള്ളൽ സംഘം പേട്ടതുള്ളൽ ആരംഭിച്ചത്. ക്ഷേത്രത്തിൽ പേട്ടതുള്ളൽ വാവർ പള്ളിയിൽ എത്തുന്നതോടുകൂടിയാണ് ജമാഅത്ത് കമ്മിറ്റി പ്രതിനിധികൾ പുഷ്പങ്ങൾ വിതറിയും ഷാൾ അണിയിച്ചും പേട്ടതുള്ളലിനെ സ്വീകരിച്ചത്. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ എന്തൊക്കെ വിവരങ്ങൾ? അജിംഷാദ്, അല്പസമയം മുൻപ് ആകാശത്ത് വട്ടമിട്ട് പറന്ന പരുന്തിനെ കണ്ടതിന് ശേഷമാണ് അമ്പലപ്പുഴ പേട്ട സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചിട്ടുള്ളത്. അയ്യപ്പന്റെ മാതൃസ്ഥാനികരാണ് എന്ന് വിശ്വസിക്കുന്ന അമ്പലപ്പുഴ പേട്ട സംഘം ഇപ്പോൾ പേട്ട കെട്ടി ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ മുൻഭാഗം ഇപ്പോൾ കൊച്ചമ്പലത്തിൽ നിന്നും പേട്ട ക്ഷേത്രത്തിൽ നിന്നും പേട്ടതുള്ളി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട MP ആന്റോ ആന്റണി, പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പേട്ട സംഘത്തെ അനുഗമിക്കുന്നുണ്ട്. ഈ പേട്ട സംഘം ആദ്യം ഇവിടെ നിന്നും പേട്ടതുള്ളി ഇറങ്ങിയതിനു ശേഷം എത്തുന്നത് എരുമേലി ജമാഅത്ത് പള്ളി അങ്കണത്തിലേക്കാണ്. അവിടേക്ക് എത്തുമ്പോൾ അവിടെ പള്ളി ഭാരവാഹികൾ, ജമാഅത്ത് ഭാരവാഹികൾ അവിടെ പുഷ്പവൃഷ്ടിയോടുകൂടിയും ഷാളണിയിച്ചുകൊണ്ടും ഈ പേട്ട സംഘത്തെ സ്വീകരിക്കും. അത് ഒരു മതമൈത്രിയുടെ, നമ്മുടെ നാട്ടിലെ ഒരു മതമൈത്രിയുടെ വലിയ ഒരു സന്ദേശം കൂടി നൽകുന്ന ഒരു ആചാരാനുഷ്ഠാനമാണ് ഈ പേട്ടതുള്ളൽ എന്ന് പറയപ്പെടുന്നത്. അവിടേക്ക് എത്തുമ്പോൾ ജമാഅത്ത് ഭാരവാഹികൾ സ്വീകരിക്കുന്നു. പിന്നീട് ജമാഅത്ത് ഭാരവാഹികൾക്കൊപ്പം പേട്ട സംഘം അവിടെ ആ പള്ളിയെ വലം വച്ചതിനു ശേഷം ബാവരുടെ പ്രതിനിധിക്കൊപ്പമാണ് ഈ അമ്പലപ്പുഴ പേട്ട സംഘം പേട്ടതുള്ളി വലിയ അമ്പലത്തിലേക്ക് നീങ്ങുക. ഈ പോകുന്ന വഴിത്താരയിലുടനീളം വിവിധ സാമുദായിക സംഘടനകളുടെയും വ്യാപാരികൾ ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ പേട്ട സംഘത്തിന് സ്വീകരണം നൽകും. അങ്ങനെയുള്ള ഒരു മതമൈത്രിയുടെ സംഗമ ഭൂമിയായിട്ടുള്ള എരുമേലിയിലെ മനോഹരമായിട്ടുള്ള മതമൈത്രിയുടെ ഉത്സവം കൂടിയായിട്ടുള്ള പേട്ടതുള്ളൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തലയെടുപ്പോടുകൂടി ഗജകേസരിമാർ 3 ആനകളാണ് ഈ പേട്ടയ്ക്ക് അകമ്പടി ലഭിക്കുന്നത്. അങ്ങനെ 3 ഗജകേസരിമാർ ഇപ്പോൾ ഇവിടേക്ക് ഇറങ്ങി വരും. ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും പേട്ട സംഘം ഇറങ്ങിയിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ പേട്ട സംഘം ഇപ്പോൾ ജമാഅത്ത് പള്ളിക്ക് മുമ്പിലെത്തും. അവിടെ എത്തുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ഈ സ്വീകരണ പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ പേട്ടതുള്ളൽ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അജിംഷാദ്, അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് പേട്ടതുള്ളൽ ഇപ്പോൾ നടക്കുന്നത്. വിവരങ്ങളുമായി അവിടെ നിന്നും തത്സമയം ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി സനോജ് സുരേന്ദ്രൻ. സനോജ്, ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വാവര് പള്ളിയിൽ എത്തിയോ പേട്ടതുള്ളൽ സംഘം? ഇനിയുള്ള ചടങ്ങുകൾ എന്താണ്? മറ്റു വിവരങ്ങളിലേക്ക് കൂടി. അജിംഷാദ്, മതസൗഹാർദ്ദത്തിൻ്റെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിയുന്നത്. അമ്പലപ്പുഴ പേട്ട സംഘം പേട്ടതുള്ളി കൊച്ചമ്പലത്തിൽ നിന്നും പേട്ട കെട്ടി ഇറങ്ങിയ പേട്ട സംഘം ഇപ്പോൾ വാവര് പള്ളിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വാവര് പള്ളിയിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുന്നായി മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേട്ട സംഘത്തെ പുഷ്പവൃഷ്ടിയോടുകൂടിയും ഒപ്പം തന്നെ ഷാളണിയിച്ചുകൊണ്ടുമാണ് സ്വീകരിച്ച് ഈ പള്ളിയങ്കണത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആനകൾ എഴുന്നള്ളത്തിൻ്റെ ഭാഗമായി ഒപ്പമുണ്ട്. ആനകളൊക്കെ തന്നെ ഇപ്പോൾ പള്ളിയിലേക്ക് കയറിയിരിക്കുന്നു. പേട്ട സംഘം ഇപ്പോൾ പള്ളിയെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് മതേതരത്വം അപകടത്തിലാകുമ്പോൾ കേരളത്തിന് നൽകാൻ കഴിയുന്ന മതസൗഹാർദ്ദത്തിൻ്റെ മനോഹരമായ കാഴ്ച ഇതൊക്കെയാണ് എന്ന് നമുക്ക് ഉറക്കെ പറയാൻ കഴിയും. അത്തരത്തിൽ മനോഹരമായ കാഴ്ചയാണ്. കാരണം ഹൈന്ദവ മതവിശ്വാസികളായിട്ടുള്ള അമ്പലപ്പുഴ പേട്ട സംഘം പേട്ടതുള്ളി ഇറങ്ങി മുസ്ലിം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ആ പള്ളിയുടെ ഭാരവാഹികൾ ഒന്നടങ്കം ഇറങ്ങി പുഷ്പവൃഷ്ടിയോടുകൂടിയും ഒപ്പം തന്നെ ഷാളണിയിച്ചുകൊണ്ടും ആ മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് ആ പേട്ട സംഘത്തെ സ്വീകരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് എരുമേലിക്ക് മാനവമൈത്രിയുടെ, മതമൈത്രിയുടെ മഹത്തായ സന്ദേശം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ആചാരം കൂടിയാണ് ഈ പേട്ടതുള്ളൽ എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം എല്ലാവരെയും ഒന്നായി കാണുന്ന, എല്ലാവർക്കും ഒന്നായുള്ള അവസരം ഒരുക്കുന്ന ശബരിമല ക്ഷേത്രത്തിൻ്റെ ഭാഗമായുള്ള ഈ പേട്ടകൊട്ടുകൂടി മതസൗഹാർദ്ദത്തിൻ്റെ മറ്റൊരു മനോഹര കാഴ്ചയാണ് നമ്മുടെ നാടിനും സമൂഹത്തിനും നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അത്തരമൊരു കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ഇവിടെ സാക്ഷ്യം വഹിച്ചത്. ഇപ്പോൾ പേട്ട സംഘം, അമ്പലപ്പുഴ പേട്ട സംഘം ജമാഅത്ത് ഭാരവാഹികൾക്കൊപ്പം വാവര് പള്ളിയെ വലം വയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം ഈ പള്ളിയെ പേട്ട സംഘം വലം വച്ചതിന് ശേഷം ഇവർ എല്ലാവരും കൂടി ഒരുമിച്ച് വാവര് പള്ളിയുടെ ഒരു പ്രതിനിധിക്കൊപ്പം അമ്പലപ്പുഴ പേട്ട സംഘം പേട്ടതുള്ളി വലിയമ്പലത്തിലേക്ക് നീങ്ങും. വാവരുടെ പ്രതിനിധിക്കൊപ്പമാണ് ഇനിയുള്ള പേട്ടകെട്ടിൻ്റെ ഓരോ നിമിഷങ്ങളും. കാരണം അമ്പലപ്പുഴ പേട്ട സംഘവും വാവര് പള്ളിയുടെ ഒരു പ്രതിനിധിയും വാവരുടെ പ്രതിനിധി എന്ന സങ്കല്പത്തിലാണ് ഈ ജമാഅത്ത് ഭാരവാഹികൾ ഒരാളെ ഈ അമ്പലപ്പുഴ പേട്ട സംഘത്തിനൊപ്പം യാത്രയാക്കുന്നത്. അങ്ങനെ യാത്രയാകുന്ന സംഘത്തിനൊപ്പമാണ്
ഇനി ഈ അമ്പലപ്പുഴ പേട്ട സംഘം പേട്ടതുള്ളി മുന്നോട്ട് നീങ്ങുക. അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ കടന്നു പോകുന്ന വഴിത്താരയിൽ വിവിധ സന്നദ്ധ സംഘടനകൾ, സാമുദായിക സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ ഈ അമ്പലപ്പുഴ പേട്ട സംഘത്തിന് സ്വീകരണം നൽകും. എന്തായാലും ഈ കാഴ്ച കാണുവാൻ, ഈ മതസൗഹാർദ്ദത്തിൻ്റെ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ നാടിൻ്റെ നാനാതുറകളിൽ നിന്നും ജാതി മതഭേദമന്യേ നിരവധി ആളുകളാണ് ഇപ്പോൾ എരുമേലിയിൽ എത്തിയിട്ടുള്ളത്. അജിംഷാദ്. തീർച്ചയായും സനോജ് സുരേന്ദ്രനാണ് പേട്ടതുള്ളലിൻ്റെ നിർണായക മുഹൂർത്തത്തിൻ്റെ വിവരങ്ങളും ദൃശ്യങ്ങളും ഒക്കെ നൽകിയത്. അങ്ങനെ പേട്ടതുള്ളൽ, ചരിത്രപ്രസിദ്ധമായ പേട്ടതുള്ളൽ പുരോഗമിക്കുകയാണ്. തീർച്ചയായും സനോജ്, നേരത്തെ സനോജ് സൂചിപ്പിച്ചതുപോലെ നിരവധി പ്രതീകങ്ങളുടെ സമ്മേളനമാണ് യഥാർത്ഥത്തിൽ പേട്ടതുള്ളൽ എന്നത്. മതേതരത്വത്തിൻ്റെ, മനുഷ്യ സമന്വയത്തിൻ്റെ, ആചാരങ്ങളുടെ പരുന്തുകൾ വട്ടമിട്ട് പറന്നതോടുകൂടിയാണ് പേട്ടതുള്ളൽ പരമ്പരാഗതമായി ആരംഭിക്കുന്നത് തന്നെ. അവിടെ നിന്ന് തുടങ്ങി പിന്നീട് അത് മാത്രമല്ല, ശരീരത്തിൻ്റെ ഓരോ അംശങ്ങളിലെയും ദുർമേധസ്സുകളെ പെയ്തിറക്കി അവനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ. അങ്ങനെ അതിനൊരു സംഗീതാത്മകമായ താളവുമുണ്ട്. ഇങ്ങനെയാണ് പേട്ടതുള്ളലിൻ്റെ നിരവധി അത്തരത്തിൽ സിംബോളിക്കായ പല വിധത്തിലുമുള്ള സന്ദേശങ്ങൾ സമ്മേളിക്കുക. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ പേട്ടതുള്ളലിനുണ്ട്, അല്ലേ സനോജ്? തീർച്ചയായിട്ടും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് മതേതരത്വം അപകടത്തിലാകുമ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിന്, ഈ രാജ്യത്ത് നൽകാൻ കഴിയുന്ന വലിയൊരു സന്ദേശം കൂടിയാണ് ഈ പേട്ടതുള്ളൽ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കാരണം അത്തരമൊരു മഹത്തായ സന്ദേശമാണ് അമ്പലപ്പുഴ പേട്ട സംഘം അവരുടെ വിശ്വാസപ്രകാരം ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഉച്ചപൂജയ്ക്ക് ശേഷം അവിടുത്തെ ഭഗവാൻ ഗരുഡവാഹനത്തിൽ കയറി എരുമേലിയിലേക്ക് എത്തുന്നുവെന്നും അങ്ങനെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതിൻ്റെ ഭാഗമായി ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കൃഷ്ണപ്പരുന്തിനെ ദർശിച്ചതിന് ശേഷമാണ് അമ്പലപ്പുഴ പേട്ട സംഘത്തിൻ്റെ പേട്ടതുള്ളൽ ഈ കൊച്ചമ്പലത്തിൽ നിന്നും ആരംഭിക്കുന്നത്. അങ്ങനെ പേട്ട കെട്ടി ഇറങ്ങുന്ന പേട്ട സംഘത്തെ മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ, വാബരി പള്ളിയുടെ ഭാരവാഹികൾ, മഹല്ല് മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ ഒന്നടങ്കം ഇറങ്ങി പുഷ്പവൃഷ്ടിയോടുകൂടി ഷാളണിയിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഹൈന്ദവ മുസ്ലിം മതവിശ്വാസികളുടെ മതസൗഹാർദ്ദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ വലിയൊരു സന്ദേശം തന്നെയാണ് ഈ നാടിനും ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും നൽകാനുള്ളത്. അങ്ങനെ കടന്നു വരുന്ന അമ്പലപ്പുഴ പേട്ട സംഘത്തെ തോളോട് തോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പേട്ട സംഘത്തിനൊപ്പം അവരും സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ വാബരി പള്ളിയെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. 3 തലയെടുപ്പോടുകൂടിയുള്ള ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയാണ് ഈ പേട്ട സംഘം പേട്ടതുള്ളി ഈ ബാബരി പള്ളിയിലേക്ക് എത്തിയത്. ആ ഗജവീരന്മാർക്കൊപ്പം അമ്പലപ്പുഴ പേട്ട സംഘത്തോടൊപ്പം മഹല്ല് മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ കൂടി ഇപ്പോൾ ബാബരി പള്ളിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം ബാബരി പള്ളിയെ വലം വെച്ചതിന് ശേഷം ഈ പേട്ട സംഘം ഇവിടേക്ക് ഇറങ്ങി വരും. അതായത് ബാബരി പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങി വരും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവർ ഒറ്റയ്ക്കല്ല, അമ്പലപ്പുഴ പേട്ട സംഘം ഒറ്റയ്ക്കല്ല വലിയമ്പലത്തിലേക്ക് പേട്ടതുള്ളി നീങ്ങുക. അവർക്കൊപ്പം ബാബരുടെ പ്രതിനിധിയായി ഒരാൾ കൂടി ഉണ്ടാകുമെന്നുള്ള വിശ്വാസം പരമ്പരാഗതമായി തുടർന്നു പോകുന്ന ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ബാബരുടെ പ്രതിനിധിക്കൊപ്പമാണ് ഈ അമ്പലപ്പുഴ പേട്ട സംഘം ഇനി പേട്ടതുള്ളി വലിയമ്പലത്തിലേക്ക് നീങ്ങുക. അങ്ങനെ നീങ്ങുമ്പോൾ അത് മതസൗഹാർദ്ദത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ, രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദവും മതേതരത്വവും അപകടത്തിലാകുമ്പോൾ ഈ രാജ്യത്തിന് കേരളം സമ്മാനിക്കുന്ന മനോഹരമായ കാഴ്ച കൂടിയാണ് ഈ എരുമേലി പേട്ടതുള്ളൽ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അത്തരത്തിൽ ഏകോദര സഹോദരങ്ങളെ പോലെ തോളോട് തോൾ ചേർന്ന് ഐക്യത്തിൻ്റെ മഹത്തായ സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ പേട്ടതുള്ളൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേട്ടതുള്ളൽ നടന്നതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ആലങ്ങാട്ട് പേട്ട സംഘത്തിൻ്റെ പേട്ടതുള്ളൽ നടക്കുക. ആലങ്ങാട്ട് പേട്ട സംഘം പക്ഷേ ബാബരി പള്ളിയിൽ കയറാതെയാണ്, അത് മറ്റ് ആചാരാനുഷ്ഠാനത്തിൻ്റെ കൂടി ഭാഗമാണ്. അതായത് ബാബരുടെ പ്രതിനിധി അമ്പലപ്പുഴ പേട്ട സംഘത്തിനൊപ്പം അമ്പലപ്പുഴ പേട്ട സംഘത്തെ അയ്യപ്പൻ്റെ മാതൃസ്ഥാനീയരായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ മാതൃസ്ഥാനീയരായിട്ടുള്ള അയ്യപ്പനോടൊപ്പം ബാബരുടെ പ്രതിനിധി കൂടി പോയി എന്നുള്ള സങ്കല്പത്താൽ അവർ കൊച്ചമ്പലത്തിൽ നിന്നും പേട്ട കെട്ടി ഇറങ്ങി ബാബരി പള്ളിയെ വണങ്ങിയതിനു ശേഷമാണ് വലിയമ്പലത്തിലേക്ക് പേട്ട കെട്ടി നീങ്ങുക. അങ്ങനെ ആചാരാനുഷ്ഠാനങ്ങളുമായി കെട്ടുമണഞ്ഞു കിടക്കുന്ന ഒരു മഹത്തായ ഐക്യത്തിൻ്റെ കൂടി ഉത്സവമാണ് ഈ പേട്ടതുള്ളൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാവരും ഒന്നാവുന്ന, എല്ലാവരെയും ഒന്നായി കാണുന്ന ശബരിമല ക്ഷേത്രത്തിൻ്റെ ഭാഗമായി ഈ പേട്ടതുള്ളൽ കൂടി മാറുമ്പോൾ ഇത് മഹത്തായ മതസൗഹാർദ്ദത്തിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മുടെ ഈ കലുഷിതമായ ലോകത്ത് സമൂഹത്തിന് നൽകുന്നത്. അജിംഷാദ്. തീർച്ചയായും സനോജ്, അതായത് ഈ തിന്മകളെ നിഗ്രഹിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ഐതിഹ്യം കൂടി ഇതുമായി ബന്ധിതമായിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പരുന്ത് പറക്കുന്നതിൻ്റെ ഐതിഹ്യം എന്താണ്? അത്തരത്തിൽ കാര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ചേർത്താൽ. അതായത് അമ്പലപ്പുഴ പേട്ട സംഘം അവരുടെ പരമ്പരാഗതമായിട്ടുള്ള അവരുടെ കുടുംബക്ഷേത്രമാണ്
അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ആ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഉച്ചപൂജയ്ക്ക് ശേഷം അവിടുത്തെ ശ്രീകൃഷ്ണ ഭഗവാൻ ഗരുഡ വാഹനത്തിൽ കയറി എരുമേലിയിലേക്ക് എത്തുന്നു. അങ്ങനെ എരുമേലിയിലെത്തുമ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹാശീർവാദത്തോടു കൂടിയാണ് ഈ അമ്പലപ്പുഴ പേട്ട സംഘം ഈ ഗരുഡ വാഹനത്തെ ദർശിച്ചതിന് ശേഷമാണ് അമ്പലപ്പുഴ പേട്ട സംഘം പേട്ട കെട്ടി ഇറങ്ങുന്നത് എന്നുള്ളതാണ് വിശ്വാസപരമായി അവർ പുലർത്തിപ്പോകുന്ന ആചാരം. അങ്ങനെ ഈ അമ്പലപ്പുഴ പേട്ട സംഘത്തിൻ്റെ ഈ പേട്ടതുള്ളൽ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങിയതിന് ശേഷം അവർ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദം കലുഷിതമായി കൊണ്ടിരിക്കുന്ന ഈ തീർച്ചയായും കാലഘട്ടത്തിൽ ഞാൻ നമ്മുടെ പേട്ടതുള്ളൽ കേരളം ഇതിൽ വിവരങ്ങൾ നിന്നും സനോജ് വേറിട്ട് സുരേന്ദ്രനാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങളുടെ സഹായത്തോടെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.